നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് ഭൂരിഭാഗം ഓപ്ഷൻ ബയേഴ്സ് പണം നഷ്ടപ്പെടുത്തുന്നത്? ഇത് സ്ട്രാറ്റജി അറിയാത്തതുകൊണ്ടാണോ? അല്ല. ഇൻഡിക്കേറ്റർ ശരിയായി ഉപയോഗിക്കാത്തതുകൊണ്ടാണോ? അതുമല്ല. വാസ്തവം പറഞ്ഞാൽ പല ഓപ്ഷൻ ബയേഴ്സിനും മാർക്കറ്റ് ഡയറക്ഷൻ ശരിയായിരിക്കും. എന്നിട്ടും അവസാനം അക്കൗണ്ട് ബാലൻസ് കുറയുന്നു. ഓപ്ഷൻ ബൈയിങ് എന്നത് വളരെ ഫാസ്റ്റായ ഒരു ഗെയിമാണ്. മാർക്കറ്റ് ചലിക്കുന്ന വേഗം, പ്രീമിയം കുതിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സ് വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു. അവിടെ നിന്ന് തുടങ്ങുന്നു പ്രശ്നങ്ങൾ. പല ഓപ്ഷൻ ബയേഴ്സും മാർക്കറ്റിലേക്ക് വരുന്നത് ഒരു എക്സ്പെക്ടേഷൻ കൊണ്ടാണ്. ഇന്ന് മാർക്കറ്റ് മൂവ് ഉണ്ടാകും, ഒരു നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മതിയാകും. ഈ എക്സ്പെക്ടേഷൻ തന്നെയാണ് പലപ്പോഴും ഡിസിഷൻ മേക്കിങ്ങിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നത്. ഓപ്ഷൻ ബൈയിങ്ങിൽ ഏറ്റവും അപകടകരമായ ഒന്നാണ് വേഗത, അതായത് സ്പീഡ്. മാർക്കറ്റ് ഫാസ്റ്റ് ആകുമ്പോൾ നമ്മുടെ മനസ്സ് കാമായിരിക്കാറില്ല. ലോജിക്കിന് പകരം ഇമോഷനാണ് ട്രേഡ് എടുക്കുന്നത്. ഇതിനെപ്പറ്റി പലർക്കും അറിയാം. പക്ഷേ ലൈവ് മാർക്കറ്റിലെത്തിയാൽ അറിയുന്ന കാര്യം തന്നെ നമ്മൾ മറക്കുന്നു. ഓപ്ഷൻ ബയേഴ്സ് പണം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രധാന കാരണം കുറഞ്ഞ വിലയുള്ള ഓപ്ഷൻസാണ്. ഇത് ചെറുതാണ്, നഷ്ടമായാലും പ്രശ്നമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷേ ഈ ചിന്ത തന്നെ ഡിസിപ്ലിനെ നശിപ്പിക്കുന്നു. റിസ്ക് ചെറുതെന്ന് തോന്നുമ്പോൾ റെസ്പെക്ട് ഫോർ മണി കുറഞ്ഞു പോകുന്നു. അതോടെ ഓവർ ട്രേഡിംഗ് ആരംഭിക്കുന്നു. മറ്റൊരു പ്രധാന കാരണമാണ് ഹോപ്പ്. ലോസ് വന്നപ്പോൾ ഇനി തിരിച്ചു വരും എന്ന് കരുതി ട്രേഡ് ഹോൾഡ് ചെയ്യുന്നത്. ഹോപ്പ് പേഷ്യൻസ് അല്ല. ഹോപ്പ് എന്നത് ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സ് തയ്യാറാകാത്ത അവസ്ഥയാണ്. മാർക്കറ്റ് ഹോപ്പ് റിവാർഡ് ചെയ്യാറില്ല. ഓപ്ഷൻ ബൈയിങ്ങിൽ ടൈം ഒരു വലിയ എനിമിയാണ്. ടൈം ഡികേ, അതായത് തീറ്റ. ടൈം ഡികേ നമ്മുടെ മനസ്സിൽ പ്രഷർ സൃഷ്ടിക്കുന്നു. ടൈം പോകുമ്പോൾ ഡിസിഷൻ റഷാകുന്നു, മിസ്റ്റേക്സ് കൂടുന്നു. ഇത് സൈക്കോളജിക്കൽ പ്രഷറാണ്. ഇതെല്ലാം കേട്ടാൽ ഓപ്ഷൻ ബയേഴ്സ് എല്ലാം തെറ്റാണെന്ന് തോന്നാം. അത് ശരിയല്ല. ഓപ്ഷൻ ബൈയിങ് ചെയ്യുമ്പോൾ നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതിയാണ് പ്രോബ്ലം. ഈ സീരീസിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഓപ്ഷൻ ബയേഴ്സ് സാധാരണയായി ചെയ്യുന്ന സൈക്കോളജിക്കൽ മിസ്റ്റേക്സിനെക്കുറിച്ച് സംസാരിക്കും. ഓരോ വീഡിയോയും ഒരു ബിഹേവിയറിനെക്കുറിച്ചായിരിക്കും, ഒരു മൈൻഡ് സെറ്റിനെക്കുറിച്ചായിരിക്കും. നിങ്ങളുടെ സ്ട്രാറ്റജി മാറ്റാൻ പറയുന്ന ചാനലല്ല ഇത്. മൈൻഡ് സെറ്റ് മാറ്റാൻ സഹായിക്കുന്ന ചാനലാണ്. അടുത്ത വീഡിയോയിൽ ഓപ്ഷൻ ബയേഴ്സിനെ ഏറ്റവും കൂടുതൽ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു ട്രാപ്പിനെക്കുറിച്ച് സംസാരിക്കാം. മാർക്കറ്റിന്റെ വേഗത, സ്പീഡ് ട്രാപ്പ്. മാർക്കറ്റ് ഫാസ്റ്റായാൽ നമ്മുടെ മനസ്സ് എങ്ങനെ കൺട്രോൾ നഷ്ടപ്പെടുന്നു എന്നതാണ് വിഷയം. അവസാനമായി ഒരു കാര്യം ഓർക്കുക. മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ ഏറ്റവും വലിയ സ്കിൽ ഡയറക്ഷൻ പ്രഡിക്റ്റ് ചെയ്യുന്നതല്ല, സ്വന്തം മനസ്സ് നിയന്ത്രിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ചാനലിന്റെ ടാഗ്ലൈൻ മാസ്റ്റർ ദ മൈൻഡ് ബിഹൈൻഡ് എവ്രി ട്രേഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇത്തരം ട്രേഡിംഗ് സൈക്കോളജി കണ്ടന്റ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.